السلام عليكم ورحمة الله أيها الطلاب الأحباء مرحبا بكم جميعا إلى درس جديد പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ യൂണിറ്റ് 3-ലെ 3 പാഠങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ യൂണിറ്റിലെ 4-ാമത്തെ പാഠമായ അസ്സഈമുൽ അബ്ഖരിയു എന്ന അധ്യായമാണ്. ഇത് CH മുഹമ്മദ് കോയ സാഹിബിനെ സംബന്ധിച്ചുള്ള ഒരു പാഠമാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ആമുഖമെഴുതിയത് നമുക്ക് വായിക്കാം. അൽ ബിലാദുൽ ഖലീജിയ. ശ്രദ്ധിക്കൂ, അൽ ബിലാദുൽ ഖലീജിയ, ഗൾഫ് കൺട്രീസ്, ഗൾഫ് നാടുകൾ. ഇത് CH മുഹമ്മദ് കോയയുടെ ഒരു പുസ്തകമാണ്. അതിനൊരു ആമുഖം എഴുതിയതാണ് സാഹിത്യകാരനായ SK പൊറ്റക്കാട്. അതാണ് നാം വായിക്കുന്നത്. വഹുവ ഹരീസുൻ അല സിയാഹത്തി. അദ്ദേഹം ടൂറിസത്തിൻ്റെ മേൽ വലിയ താല്പര്യമുള്ളവനായിരുന്നു. വഹുവ അദ്ദേഹം അഥവാ CH, ഹരീസുൻ എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവൻ, തൽപരൻ, അല സിയാഹത്തി ടൂറിസത്തിൻ്റെ മേൽ, വിനോദസഞ്ചാരത്തിൻ്റെ മേൽ, വ തഅറുഫി പരിചയപ്പെടാനും, അല ആദാത്തി വ തഖാലീദിന്നാസി ജനങ്ങളുടെ, തഖാലീദ് എന്ന് പറഞ്ഞ ആചാരങ്ങൾ അല്ലെങ്കിൽ സമ്പ്രദായങ്ങൾ, ആദാത്ത് എന്ന് പറഞ്ഞ ശീലങ്ങൾ. അപ്പോൾ ജനങ്ങളുടെ ആചാരങ്ങളും അവരുടെ ശീലങ്ങളും പരിചയപ്പെടാനും. എവിടെയുള്ള ജനങ്ങൾ? ഫിൽ ബുൽദാനിൽ മുഖ്തലിഫ, വ്യത്യസ്തമായ നാടുകളിൽ. അപ്പോൾ വ്യത്യസ്തമായ നാടുകളിലെ ജനങ്ങളുടെ ആചാരങ്ങളും അവരുടെ ശീലങ്ങളും പരിചയപ്പെടാൻ താല്പര്യമുള്ള ഒരു വിനോദ സഞ്ചാരി, ഒരു ടൂറിസ്റ്റായിരുന്നു. അതിൻ്റെ മേൽ, ടൂറിസത്തിൻ്റെ മേൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു CH മുഹമ്മദ് കോയ. വഹുവ റഹാലുൻ, അദ്ദേഹം ഒരു സഞ്ചാരിയായിരുന്നു, ടൂറിസ്റ്റായിരുന്നു. ഖാദിറുൻ, കഴിവുള്ള, അലൽ ബഹസി ഗവേഷണം ചെയ്യാൻ, വ തഹഖീഖി സാക്ഷാത്കരിക്കാനും അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കാനും, ഫി സഖാഫാത്തിൽ മുതനവ്വിയ വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ. അപ്പോൾ വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനും ഗവേഷണം നടത്താനും ഒക്കെ കഴിവുള്ള ഒരു സഞ്ചാരിയായിരുന്നു അദ്ദേഹം. ഫകുതുബുഹു ഫി റിഹ്ലാത്തി, യാത്രയിലുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഖൈറു ദലീലിൻ, അത് ഏറ്റവും നല്ല ഗൈഡാണ്, തെളിവാണ്. അല മഹാറാത്തിഹി, അദ്ദേഹത്തിൻ്റെ നൈപുണ്യത്തിൻ്റെ മേൽ. ഫി ഇൽഹാറിൽ മഷാഇറിൽ ഇൻസാനിയ, മനുഷ്യവികാരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ നൈപുണ്യം, കഴിവ്. അദ്ദേഹത്തിൻ്റെ യാത്രാ പുസ്തകങ്ങൾ ഇതിന് ഏറ്റവും വലിയ ഗൈഡാണ്, തെളിവാണ്. തഖദീമിഹ, അത് അവതരിപ്പിക്കാനും. ഫി സൗബിൽ ഫുക്കാഹത്തി, തമാശയുടെ വസ്ത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഫുക്കാഹത്ത് എന്ന് പറഞ്ഞാൽ തമാശ, ഫലിതം എന്നാണ്. അപ്പോൾ ഫലിതത്തിലൂടെ അത് അവതരിപ്പിക്കാനൊക്കെ ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു CH മുഹമ്മദ് കോയ. ഇത് എഴുതിയത് ആരാണ്? ഈ ആമുഖം എഴുതിയത് SK പൂത്താക്കാട് എന്ന് പറഞ്ഞാൽ SK പൊറ്റക്കാടാണ്. ശരി, നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. അസ്സഈമുൽ അബ്ഖരിയു, പ്രതിഭാശാലിയായ നേതാവ്. സഈം എന്ന് പറഞ്ഞാൽ നേതാവ്, ലീഡർ. അബ്ഖരി എന്ന് പറഞ്ഞാൽ പ്രതിഭാശാലി, അതായത് നല്ല കഴിവുള്ളവൻ. അപ്പോൾ കഴിവുറ്റ നേതാവ് അല്ലെങ്കിൽ പ്രതിഭാശാലിയായ നേതാവ് എന്ന് നമുക്ക് തലക്കെട്ടിന് അർത്ഥം പറയാം. നോക്കൂ, സയ്യിദ് CH മുഹമ്മദ് കോയ ഒനയുനനി താരീഫ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ്. സയ്യിദ് CH മുഹമ്മദ് കോയ, CH മുഹമ്മദ് കോയ സാഹിബ് ഒനിയുൻ, അദ്ദേഹം ഐശ്വര്യവാനാണ്. അനി താരീഫ്, പരിചയപ്പെടുത്തുന്നതിനെ തൊട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം, അദ്ദേഹം സുപരിചിതനാണ്. ഇനി മാസാലത്ത് ഖുലൂബുൽ മുജ്തമഈ, സമൂഹത്തിൻ്റെ ഹൃദയം ആയിക്കൊണ്ടേയിരിക്കുന്നു. തഷ്തഇലു, അത് ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. തഷ്തഇലു എന്നാൽ ജ്വലിക്കുക, പ്രകാശിക്കുക എന്നാണ്. ബി ദിക്റയാത്തിൽ ഹുൽവ, അദ്ദേഹത്തിൻ്റെ മധുര സ്മരണകളെ കൊണ്ട്. അപ്പോൾ ഈ സമുദായത്തിൻ്റെ
ഹൃദയം, മനസ്സുകൾ അദ്ദേഹത്തിൻ്റെ സ്മരണകളാൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മാസാലത്ത് തസ്തായിലു, അങ്ങനെ ബന്ധം. മാസാലത്ത് തസ്തായിലു, ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഖുലൂബുൽ മുജ്തമഈ, സമുദായത്തിൻ്റെ ഹൃദയം. ബിദിക്റയാത്തിൽ ഹുൽവ, അദ്ദേഹത്തിൻ്റെ മധുരമായ ഓർമ്മകളെ കൊണ്ട്. അപ്പോൾ ആർക്കും അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മാക്കാന CH സഈമൻ സിയാസിയൻ ഫഹസ്ബു, CH മുഹമ്മദ് കോയ വെറും ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല. നോക്കൂ, മാക്കാന CH ആയിരുന്നില്ല. സഈമൻ സിയാസിയൻ, ഒരു പൊളിറ്റിക്കൽ ലീഡർ, ഒരു രാഷ്ട്രീയ നേതാവ്. ഫഹസ്ബു എന്ന് പറഞ്ഞാൽ മാത്രം. അപ്പോൾ വെറും ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല. പിന്നെയോ ബൽക്കാന കാത്തിബൻ ഖദീറൻ, അദ്ദേഹം കഴിവുള്ള ഒരു എഴുത്തുകാരനായിരുന്നു. കാത്തിബ് എഴുത്തുകാരൻ, ഖദീർ എന്ന് പറഞ്ഞാൽ കഴിവുള്ള. വസ്സുഹാഫിയൻ മാഹിറൻ, സമർത്ഥനായ ഒരു പത്രപ്രവർത്തകനായിരുന്നു. സുഹാഫി ജേർണലിസ്റ്റ്, മാഹിർ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ കഴിവുള്ള എന്നാണ് ഉദ്ദേശിക്കുന്നത്. സമർത്ഥനായ ഒരു പത്രപ്രവർത്തകനായിരുന്നു. ഖതീബൻ മിസ്ഖാൻ, പ്രൗഢമായ ഒരു പ്രാസംഗികനായിരുന്നു. ഖുതുബ നമ്മൾ പറഞ്ഞു പ്രസംഗം. ഖതീബ് എന്ന് പറയുമ്പോൾ പ്രാസംഗികൻ. മിസ്ഖാൻ അർത്ഥം പ്രൗഢമായ, ഉജ്ജ്വല വാഗ്മി എന്നൊക്കെ പറയാലോ. അപ്പോൾ നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു പ്രാസംഗികനുമായിരുന്നു അദ്ദേഹം. അപ്പോൾ ഒന്നുകൂടി നോക്കൂ, മാക്കാന CH സഈമൻ സിയാസിയൻ ഫഹസ്ബു, ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല CH. ബൽക്കാന കാത്തിബൻ ഖദീറൻ, കഴിവുള്ള ഒരു എഴുത്തുകാരനും. വസുഹാഫിയൻ മാഹിറൻ, സമർത്ഥനായ ഒരു പത്രപ്രവർത്തകനും. ഖതീബൻ മിസ്ഖാൻ, പ്രൗഢമായ ഒരു പ്രാസംഗികനുമായിരുന്നു. ഇനി വക്കാന മുഹത്തമ്മൻ, അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. മുഹത്തമ്മനെ ശ്രദ്ധിക്കുന്നവനായിരുന്നു. ബിതർഖയത്തിൽ മുജ്തമഈ, സമുദായത്തിൻ്റെ പുരോഗതിയിൽ. തർക്കയത്ത് പുരോഗതി. ഏതൊക്കെ രംഗങ്ങളിൽ? തർബവിയൻ, വിദ്യാഭ്യാസപരവും. വൈഖത്തിസ്വാദിയൻ, സാമ്പത്തികവും. വജ്തിമാഇയൻ, സാമൂഹികവും. അപ്പോൾ ഒന്നിച്ച് പറഞ്ഞാൽ തർബവിയൻ, വൈഖത്തിസ്വാദിയൻ, വൈജ്തിമാഇയൻ, സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ സമുദായത്തിൻ്റെ പുരോഗതിയിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നവനായിരുന്നു. വലിദ, അതിനാൽ. ഇജ്തഹദ, അദ്ദേഹം പരിശ്രമിച്ചു. ഫി തർബിയത്തിൽ ഔലാദിൽ മുത്തഖല്ലിഫീന, മുത്തഖല്ലിഫീൻ എന്ന് പറഞ്ഞാൽ പിന്നോക്കം നിൽക്കുന്ന എന്നാണ്. പിന്നോക്കക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ. തർബിയത്ത് വിദ്യാഭ്യാസം. വൽ മുജന്നിബീൻ, പാർശ്വവൽക്കരിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെട്ട എന്നൊക്കെയാണ്. മുജന്നിബീന, പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരുമായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം പരിശ്രമിച്ചു. പിന്നെ ആരുടെ വിദ്യാഭ്യാസത്തിൽ? വഫി തർബിയത്തിൽ ബനാത്തിൽ മുസ്ലിമാത്തി, മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും. അല്ലേ, മുമ്പ് പണ്ട് കാലത്ത് മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് അത്ര പുരോഗതി പ്രാപിച്ചിരുന്നില്ല. അവർ പഠിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഈ മുസ്ലിം പെൺകുട്ടികളെയൊക്കെ പഠന രംഗത്തേക്ക്, വിദ്യാഭ്യാസ രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്നത് ആരായിരുന്നു? CH മുഹമ്മദ് കോയ ആയിരുന്നു. ഒന്നുകൂടി നോക്കൂ, വലിദ, അതിനാൽ. ഇജ്തഹദ, അദ്ദേഹം പരിശ്രമിച്ചു. ഫി തർബിയത്തിൽ ഔലാദിൽ മുത്തഖല്ലിഫീൻ, പിന്നോക്കക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും. വൽ മുജന്നിബീൻ, പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും. വഫി തർബിയത്തിൽ ബനാത്തിൽ മുസ്ലിമാത്തി, മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലുമൊക്കെ അദ്ദേഹം പരിശ്രമിച്ചു. ഇനി ഷജ്ജഅ കുല്ല ഉലായിക, ഈ പറഞ്ഞവരെയെല്ലാം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ആരെയൊക്കെ? മുകളിൽ പറഞ്ഞ മുത്തഖല്ലിഫീൻ, പിന്നോക്കം നിൽക്കുന്നവർ. മുജന്നിബീൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ. അതുപോലെ അൽ ബനാത്തിൽ മുസ്ലിമാത്ത്, മുസ്ലിം പെൺകുട്ടികൾ. അവരാണ് കുല്ല ഉലായിക എന്ന് പറഞ്ഞത്. അപ്പോൾ ഷജ്ജഅ കുല്ല ഉലായിക, ഇവരെയെല്ലാം അദ്ദേഹം ഷജ്ജഅ എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ചു, മോട്ടിവേറ്റ് ചെയ്തു. എങ്ങനെ? ബിൽ മിനഹിദ്ദിറാസിയത്തിൽ മുഖ്തലിഫ, വ്യത്യസ്തമായ സ്കോളർഷിപ്പുകൾ നൽകിക്കൊണ്ട്. മിനഹുദ്ദിറാസിയ എന്ന് പറഞ്ഞാൽ പഠന സഹായം എന്നാണ്, അഥവാ സ്കോളർഷിപ്പ്. അപ്പോൾ വ്യത്യസ്ത പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഇവർക്കൊക്കെ നൽകിക്കൊണ്ട് അവരെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരാൻ വേണ്ടി അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഇനി വൽ ഫളലു യഊദു ഇലൈഹി, അദ്ദേഹത്തിനാണ് ബഹുമതി. ഫളലി എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ്. അപ്പോൾ ക്രെഡിറ്റ് അദ്ദേഹത്തിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ വൽ ഫളലു യഊദു ഇലൈഹി, CHനാണ് ബഹുമതി. എന്തിൽ? ഫി തഹ്സീസ് ജാമിയത്തി കാലിക്കൂത്ത്, കോഴിക്കോട് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതിൽ. തഹ്സീസ് മാന സ്ഥാപിക്കുക. ജാമിയത്തി കാലിക്കൂത്ത് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കോഴിക്കോട് യൂണിവേഴ്സിറ്റി സർവകലാശാല സ്ഥാപിച്ചതിലുള്ള
ബഹുമതി അതിൻ്റെ ക്രെഡിറ്റ് സി എച്ചിലേക്ക് മടങ്ങുന്നു. അതുപോലെ ജാമിയത്തി കൂഷിൻ ലിൽ ഒലൂമി വ ടെക്നോളജിയ എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും, ജാമിയത്ത് നമ്മൾ പറഞ്ഞു യൂണിവേഴ്സിറ്റി സർവകലാശാല. അപ്പോൾ ജാമിയത്തി കൂഷിൻ കൊച്ചിൻ സർവകലാശാല എന്തിന് ലിൽ ഒലൂമി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിനും ടെക്നോളജിയാണ് ടെക്നോളജി സാങ്കേതികം. അപ്പോൾ ഒന്നിച്ച് പറഞ്ഞാൽ കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സ്ഥാപിച്ചതിലുമുള്ള ക്രെഡിറ്റ് സി എച്ചിലേക്ക് മടങ്ങുന്നു. അഥവാ കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റി എന്നതിന് ചുരുക്കം എന്ന് പറയും കുസാറ്റി എന്ന് പറയും. കുസാറ്റി യൂണിവേഴ്സിറ്റി ഇത് സ്ഥാപിച്ചതിനുള്ള ബഹുമതിയും സി എച്ചിനാണ്. ഇനി വഫി താമീമിൽ ലോകത്തിൽ അറബിയ അറബി ഭാഷ ഉൾപ്പെടുത്തിയതിലും, താമീം എന്നാൽ സാർവത്രികമാക്കി അത് ഉൾപ്പെടുത്തി. ഇവിടെ ഫിൽ മദാരിസിൽ ആമ പൊതുവിദ്യാലയങ്ങളിൽ ബി വിലായത്തി കേരള സംസ്ഥാനത്ത്. അപ്പോൾ കേരള സംസ്ഥാനത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ സ്കൂളുകളിലൊക്കെ അറബി ഭാഷാ പഠനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിലുമുള്ള ക്രെഡിറ്റ് ആർക്കാണ്? സി എച്ചിനാണ്. അപ്പോൾ നാം ഈ പഠിക്കുന്ന അറബി ഭാഷ ഇത് സിലബസിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? സി എച്ച് മുഹമ്മദ് കോയയാണ്. മനസ്സിലായല്ലോ. വൽ ഫദ്ലു യഊദു ഇലൈഹി ഫി തഅസീസ് ജാമിയത്തി കാലിക്കൂത്ത്, കോഴിക്കോട് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതിനുള്ള ക്രെഡിറ്റ് സി എച്ചിനാണ്. വ ജാമിയത്തി കൂഷിൻ ലിൽ ഉലൂമി വ ടെക്നോളജിയ, കുസാറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതിലും വഫി താലീമിൽ ലോകത്തിൽ അറബിയ ഫിൽ മദാരിസിൽ ആമത്തി ബി വിലായത്തി കേരള സ്റ്റേറ്റിൽ സംസ്ഥാനത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ അറബി ഭാഷ ഉൾപ്പെടുത്തിയതും പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചതിലുമുള്ള ഫദ്ലും ക്രെഡിറ്റും സി എച്ചിനാണ്. വലഹു മുഅല്ലഫാത്തുൻ അദീദത്തുൻ, അദ്ദേഹത്തിന് ധാരാളം കൃതികളുണ്ട്, പുസ്തകങ്ങളുണ്ട്. മുഅല്ലഫാത്ത് മിൻഹ, അതിൽ ചിലതാണ് ഈ പറയുന്നത്. അൽ ബിലാദുൽ ഖലീജിയ, നമ്മൾ നേരത്തെ വായിച്ചു പറഞ്ഞല്ലോ, സി എച്ചിൻ്റെ ഒരു പുസ്തകമാണ് അൽ ബിലാദുൽ ഖലീജിയ, ഗൾഫ് കൺട്രീസ്, ഗൾഫ് നാടുകൾ. റിഹ്ലത്തിൽ ഹജ്ജി, ഇത് മറ്റൊരു പുസ്തകമാണ്, എൻ്റെ ഹജ്ജ് യാത്ര എന്നതിൻ്റെ അർത്ഥം, എൻ്റെ ഹജ്ജ് യാത്ര. റിഹ്ലത്തില ലണ്ടൻ, എൻ്റെ ലണ്ടനിലേക്കുള്ള യാത്ര. മറ്റൊരു പുസ്തകം അസ്വഹാബ, സ്വഹാബികളെ പറ്റി അദ്ദേഹം എഴുതിയൊരു ബുക്കാണ് അസ്വഹാബ. ഇവിടെ സി എച്ചിൻ്റെ 4 പുസ്തകങ്ങളുടെ പേര് പറഞ്ഞു. ഇത് നിങ്ങൾ മനഃപാഠമാക്കി വെക്കണം. പരീക്ഷകൾക്ക് ഇതിന് ചോദ്യം വരും, ഈ ബുക്കൊക്കെ ആരുടേതാണെന്ന്. അപ്പോൾ അൽ ബിലാദുൽ ഖലീജിയ എന്ന പുസ്തകം ആരുടേതാണ്? ഓർമ്മയുണ്ടാവണം, സി എച്ച് മുഹമ്മദ് കോയയുടേതാണ്. അതുപോലെ റിഹ്ലത്തിൽ ഹജ്ജി, റിഹ്ലത്തില ലണ്ടൻ, അസ്വഹാബ, ഈ 4 പുസ്തകങ്ങളുടെ പേരും ബൈഹാർട്ടാക്കുക, മനഃപ്പാടമാക്കുക. അത് എഴുതിയ ഓദർ, അതിൻ്റെ കാത്തിബാരാണ് സി എച്ച് മുഹമ്മദ് കോയയാണ്. ഇനി നോക്കൂ അടുത്ത പാരഗ്രാഫ്. ഉലിദ സയ്യിദ് സി എച്ച് ഫി കറിയത്തി അത്തോളി, സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് എവിടെയാണ്? അത്തോളി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഈ അത്തോളി എവിടെയാണ്? ബി മുഖാത്തോഴത്തി കാലിക്കൂത്ത്, കോഴിക്കോട് ജില്ലയിൽ, മുഖാത്തോഴത്ത് തന്നെ ഡിസ്ട്രിക്ട്. സനത്ത അൽഫ തിസ്സുമിയ വ സബഅത്തിൻ വ ഇശ്രീന മീലാദിയ, അഥവാ 1927 കോഴിക്കോട് ജില്ലയിലെ അത്തോളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചു. ലി അബവൈനി കരീമൈനി, ബഹുമാന്യരായ 2 മാതാപിതാക്കൾക്ക്. ആരാണത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേര് പറയാണ്. അലി മുസ്ലിയാർ വ മറിയം, പിതാവിൻ്റെ പേര് അലി മുസ്ലിയാർ എന്നും ഉമ്മയുടെ പേര് മറിയം എന്നുമാണ്. അപ്പോൾ ഒന്നിച്ച് പറഞ്ഞാൽ ബഹുമാന്യരായ അലി മുസ്ലിയാർ മറിയം ദമ്പതികളുടെ മകനായിട്ട് 1927 കോഴിക്കോട് ജില്ലയിലെ അത്തോളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചു. ഇനി സൗജത്തുഹു ആമിന, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ആമിന എന്നാണ്. സി എച്ചിൻ്റെ ഭാര്യയുടെ പേര് ആമിന. വലഹു ഇബിനുൻ, അദ്ദേഹത്തിനൊരു മകനുമുണ്ട്. വബിനത്താനി, 2 പെൺമക്കളുമുണ്ട്. അപ്പോൾ സി എച്ചിന് വലഹു ഇബിനുൻ, ഒരു പുത്രനുണ്ട്. വബിനത്താനി, 2 പുത്രിമാരുമുണ്ട്, 2 പെൺമക്കളുമുണ്ട്. ഇനി തലക്കൽ ഉലൂമ മിൻ മദാരിസി ഖറിയത്തിഹി, അദ്ദേഹം വിജ്ഞാനങ്ങൾ നുകർന്നത്, തലക്ക എന്ന് പറഞ്ഞാൽ നേടി, പഠിച്ചു എന്നൊക്കെയാണ്. അദ്ദേഹം വിജ്ഞാനം പഠിച്ചത് മിൻ മദാരിസി ഖറിയത്തിഹി, തൻ്റെ ഗ്രാമത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നാണ്, സ്കൂളുകളിൽ നിന്നാണ്. സുമ്മ ഇൽതഹഖ, പിന്നെ അദ്ദേഹം ചേർന്ന് പഠിച്ചു ബിൽ കുല്ലിയത്തി ഫി മദീനത്തി കാലിക്കൂത്ത്,
കോഴിക്കോട് പട്ടണത്തിൽ ഒരു കോളേജിൽ അദ്ദേഹം ചേർന്ന് പഠിച്ചു. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നേടിയത് തൻ്റെ ഗ്രാമത്തിലെ സ്കൂളുകളിൽ നിന്നാണ്. പിന്നെ ഉപരിപഠനാർത്ഥം അദ്ദേഹം കോഴിക്കോട് പട്ടണത്തിലെ ഒരു കോളേജിൽ ഇൽതഹഖ എന്ന് പറഞ്ഞാൽ ചേർന്നു. അങ്ങനെ അസ്ബഹ സഈമൻ സിയാസിയൻ, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായി തീർന്നു. മുൻദു ദിറാസത്തിഹി, അദ്ദേഹത്തിൻ്റെ പഠനം മുതൽക്ക് തന്നെ ഫിൽ കുല്ലിയത്തി, കോളേജിൽ, അഥവാ അദ്ദേഹം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായി തീർന്നു. ഇനി വഖദ്ദമ ഹയാത്തഹു, അദ്ദേഹം തൻ്റെ ജീവിതം സമർപ്പിച്ചു. ഖദ്ദമ, സമർപ്പിച്ചു. എന്തിനു വേണ്ടി? ലി ഖിദ്മത്തിൽ മുജ്തമായി, സാമൂഹ്യ സേവനത്തിന് വേണ്ടി. ഖിദ്മത്ത് സേവനം, മുജ്തമന സമൂഹം. അപ്പോൾ സാമൂഹ്യ സേവനത്തിന് വേണ്ടി തൻ്റെ ജീവിതം അദ്ദേഹം സമർപ്പിച്ചു. പിന്നെയോ വൽ ഉമ്മത്തിൽ ഇസ്ലാമിയ, മുസ്ലിം സമുദായത്തിന് വേണ്ടിയും. അപ്പം മുസ്ലിം സമുദായത്തിന് വേണ്ടിയും അതുപോലെ സാമൂഹ്യ സേവനത്തിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച, അത് ഒഴിഞ്ഞുവെച്ച ഒരു നേതാവായിരുന്നു CH. ഏതുവരെ? ഹത്ത ലഖിയ റബ്ബഹു, അദ്ദേഹം തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഹത്ത മാത്ത എന്നാണ്, മരിക്കുന്നത് വരെ എന്ന ഉദ്ദേശത്ത്. തൻ്റെ നാഥനെ കണ്ടുമുട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ തൂഫിയ, അദ്ദേഹം വഫാത്താവുന്നത് വരെ. അപ്പോൾ ഫി ഉംരിഹി, തൻ്റെ വയസ്സിൽ, എത്രാമത്തെ വയസ്സിൽ? അസാദിസ് വൽ ഖംസീൻ, എത്ര? തൻ്റെ 56-ാമത്തെ വയസ്സിൽ. സാദിസ് 6, ഖംസീൻ 50. അപ്പോൾ തൻ്റെ 56-ാമത്തെ വയസ്സിൽ തൻ്റെ നാഥനെ കണ്ടുമുട്ടുന്നത് വരെയും അദ്ദേഹം മുസ്ലിം സമുദായത്തിനും മൊത്തത്തിൽ സമൂഹത്തിനും സേവനം ചെയ്യുന്നതിൽ തൻ്റെ ജീവിതം സമർപ്പിച്ചു. എന്നാ അദ്ദേഹം മരണപ്പെട്ടത്? യൗമ 28 സെപ്റ്റംബർ സന 1983 മീലാദിയ, അഥവാ 1983 സെപ്റ്റംബർ 28 തൻ്റെ 56-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത് വരെയും ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്തു. റഹിമഹുല്ലാഹു റഹമത്തൻ വാസിയ, അള്ളാഹു അദ്ദേഹത്തിന് വിശാലമായ കാരുണ്യം നൽകട്ടെ. ഈ മഹാനായ നേതാവിന് അള്ളാഹു അവൻ്റെ വിശാലമായ കാരുണ്യം നൽകുമാറാവട്ടെ. ഇതാണ് CH മുഹമ്മദ് കോയയെ പറ്റി അസ്സഈമുൽ അബ്ഖരി എന്ന പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ പാഠത്തിലെ ഏതാനും ചില പ്രവർത്തനങ്ങളുണ്ട്, അത് വായിക്കാം. ശ്രദ്ധിക്കൂ. നുറാജു തർജമത്തുൽ ഹയാത്തി ലി CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയയുടെ തർജമത്തുൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ജീവിത കുറിപ്പ് അഥവാ പ്രൊഫൈല്. നമുക്ക് CH മുഹമ്മദ് കോയയുടെ പ്രൊഫൈൽ ഒന്ന് വായിക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പഠിച്ച അസ്സഈമുൽ അബ്ഖരി എന്ന പാഠം വായിക്കാം. എന്നിട്ട് വനക്തശിഫു മിൻഹ, അതെന്ന് കണ്ടെത്താം. അസ്മാ കുതുബർ റിഹ്ലാത്തി, അദ്ദേഹത്തിൻ്റെ യാത്രാ പുസ്തകങ്ങൾ. അപ്പോൾ ഈ പാഠം വായിച്ച് ആ പാഠത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ യാത്രാ സംബന്ധമായ പുസ്തകങ്ങൾ മാത്രം കണ്ടെത്തി എഴുതുക. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ പറ്റി പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? എവിടെയാണ്? അതെ, വലഹു മുഅല്ലഫാത്തുൻ അദീദത്തുൻ മിൻഹ അൽ ബിലാദുൽ ഖലീജിയ, റിഹ്ലത്തി ലിൽ ഹജ്ജി, റിഹ്ലത്തി ഇലാ ലണ്ടൻ, അസ്വഹാബ. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? പറയൂ. അതെ, അൽ ബിലാദുൽ ഖലീജിയ, അല്ലെ, ഗൾഫ് നാടുകൾ എന്ന് പറഞ്ഞാൽ ഗൾഫ് നാടുകളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. അപ്പോൾ അത് ഇതിൽ ഉൾപ്പെടുത്താം. അൽ ബിലാദുൽ ഖലീജിയ, പിന്നെ റിഹ്ലത്തി ലിൽ ഹജ്ജി, ഹജ്ജ് യാത്ര, റിഹ്ലത്തി ഇലാ ലണ്ടൻ, ലണ്ടനിലേക്കുള്ള യാത്ര. ഈ 3 പുസ്തകങ്ങളാണ്. അസ്വഹാബ എന്നുള്ള എന്താണ്? യാത്രാ പുസ്തകമല്ല. ഓക്കെ, രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. മാക്കാന CH സഈമൻ സിയാസിയൻ ഫഹസ്ബു ബൽക്കാന കാത്തിബൻ ഖദീറൻ വസുഹാഫിയൻ മാഹിറൻ. അല്ലേ, നമ്മൾ CHനെ പറ്റി വായിച്ച പാഠത്തിൽ പഠിച്ച ഒരു വാചകമാണിത്. മാക്കാന CH സഈമൻ സിയാസിയൻ ഫഹസ്ബു, ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല CH. അല്ലേ, വെറും ഒരു സാധാരണക്കാരനെ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല. പിന്നെയോ ബൽക്കാന കാത്തിബൻ ഖദീറൻ, കഴിവുള്ള എഴുത്തുകാരനായിരുന്നു. വസുഹാഫിയൻ മാഹിറൻ, സമർത്ഥനായ പത്രപ്രവർത്തനമായിരുന്നു. ഈ വാചകം കൈഫ തുബരിറു ഹാദ തസ്രീഹ്, ഈ പ്രസ്താവന നീ എങ്ങനെ സമർത്ഥിക്കും? ഇത് വെറുതെ പറഞ്ഞാൽ പോരാ, ഇത് നിനക്ക് എങ്ങനെ സമർത്ഥിക്കാൻ കഴിയും, എങ്ങനെ തെളിയിക്കാൻ കഴിയും? എങ്ങനെ തെളിയിക്കാൻ കഴിയും? നമുക്കറിയാം CHനെ പറ്റി അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അറിയാം. അദ്ദേഹം കഴിവുള്ള ഒരു എഴുത്തുകാരനായിരുന്നു. അല്ലേ, അദ്ദേഹം ഫി ജരീരത്തി ചന്ദ്രിക
ചന്ദ്രികാ പത്രത്തിൽ അല്ല, ഇപ്പോഴും ആ പത്രമുണ്ട്, നിങ്ങൾക്കറിയാം. ചന്ദ്രികാ പത്രത്തിൽ ഒരുപാട് ലേഖനങ്ങളും കഥകളും ഒക്കെ എഴുതിയ ഒരു എഴുത്തുകാരനായിരുന്നു ആര്? CH മുഹമ്മദ് കോയ. അദ്ദേഹം ഒരുപാട് ലേഖനങ്ങൾ അക്കാലത്ത് ഈ ചന്ദ്രികാ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ സുഹാഫിയൻ മാഹിറൻ അല്ലേ, കഴിവുള്ള ഒരു പത്രപ്രവർത്തനമായിരുന്നു. ഈ പത്രത്തോട് ബന്ധപ്പെട്ട് അദ്ദേഹം എന്താണ് ഒരു നല്ല പത്രപ്രവർത്തകനും ആയിരുന്നു. പിന്നെ അതുപോലെ എന്താണ് കാത്തിബൻ ഖദീറൻ എന്ന് മുകളിൽ പറഞ്ഞ് നമുക്കറിയാം. അദ്ദേഹം എഴുതിയ ബുക്കുകൾ തന്നെ നമ്മളിവിടെ പറഞ്ഞു അല്ലേ. അൽ ബിലാദുൽ ഖലീജിയ, റിഹ്ലത്തിലിൽ ഹജ്ജി, റിഹ്ലത്തില ലണ്ടൻ, അസ്വഹാബ, ഇതൊക്കെ അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങളാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനുമായിരുന്നു, പത്രപ്രവർത്തകനുമായിരുന്നു എന്ന് നമുക്ക് എന്താണ് തെളിയിക്കാൻ സാധിക്കും. ഇത് നിങ്ങൾ എഴുതണം എന്നില്ല. നോക്കൂ, അടുത്ത പ്രവർത്തനം നഖറഉ നിഖാത്തു താലിയ വ നുഇദ്ദു തർജമത ഹയാത്തി അൽ മൗലവി അബ്ദുൽ ഖാദിർ അൽ വക്കമി. താഴെ കാണുന്ന സൂചനകൾ വായിച്ച് വക്കം അബ്ദുൽ ഖാദിർ മൗലവിയുടെ പ്രൊഫൈൽ തയ്യാറാക്കുക. തർജമത്തുൽ ഹയാത്ത് പ്രൊഫൈൽ അൽ മൗലവി അബ്ദുൽ ഖാദിർ അൽ വക്കമി. വക്കം അബ്ദുൽ ഖാദിർ മൗലവിയുടെ പ്രൊഫൈൽ തയ്യാറാക്കുക. അപ്പോൾ തർജമത്തുൽ ഹയാത്ത് തയ്യാറാക്കാൻ നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. APJ അബ്ദുൽ കലാമിൻ്റെ പാഠത്തിൽ നാം പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നാം അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് താഴെ ഉള്ളത് എന്താണ്, നിഖാത്തുകൾ വായിക്കാം. നോക്കൂ, അൽ വിലാദത്തു ബി വക്കം സനത്ത് 1873. 1873 വക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഇനി ആലിമുൻ വ സുഹാഫിയുൻ, അദ്ദേഹവും ഒരു പണ്ഡിതനും പത്രപ്രവർത്തകനുമായിരുന്നു, സുഹാഫിയായിരുന്നു. വാലിദുഹു മുഹമ്മദ് കുഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേര് കുഞ്ഞു മുഹമ്മദ് കുഞ്ഞു എന്നാണ്. വാലിദത്തുഹു ആയിഷ ബീവി, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് ആയിഷ ബീവി എന്നാണ്. ഇസ്ത്വാറു ജരീദത്തി സ്വദേശാഭിമാനി, അദ്ദേഹം സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ചു. ഇസ്ത്വാർ എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്തു. ജരീദത്തു സ്വദേശാഭിമാനി ഒരു പത്രത്തിൻ്റെ പേരാണ്. ഇനി മുസാഹമത്തുൻ ഫി നസ്രി ലോകത്തിൽ അറബിയ, അറബി ഭാഷ പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം പങ്കുവഹിച്ചു. നേരത്തെ നമ്മൾ ആ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, കേരളത്തിൽ അറബി ഭാഷ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവരുടെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു വക്കം അബ്ദുൽ ഖാദിർ മൗലവിയെ പറ്റി. ഇനി അൽ വഫാത്തു സനത്ത് 1932 മീലാദിയ, അദ്ദേഹത്തിൻ്റെ മരണം 1932 അപ്പോൾ ഈ വായിച്ച സൂചനകൾ ഉപയോഗിച്ചുകൊണ്ട് വക്കം അബ്ദുൽ ഖാദിർ മൗലവിയുടെ തർജമത്തുൽ ഹയാത്ത് തയ്യാറാക്കാം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതുകൊണ്ട് ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിയുടെ പ്രൊഫൈല് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം. അപ്പോൾ വൊലിദ അല്ലേ, വൊലിദ എന്ന് എഴുതണം. എന്നിട്ട് ആ വ്യക്തിയുടെ പേര് എഴുതണം. അപ്പോൾ വൊലിദ അൽ മൗലവി അബ്ദുൽ ഖാദിർ അൽ വക്കമി, എവിടെ ജനിച്ചു? ബി വക്കം. ഇനി വിലാദത്ത് വേണ്ട, ബി വക്കം സനത്ത് 1873 എന്ന് എഴുതാം. എന്നിട്ട് വാലിദുഹു എന്നെഴുതിയിട്ട് പേരെഴുതാം, വാലിദത്തു എന്ന് എഴുതാം. ആലിമുൻ സുഹാഫി എന്നുണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ വഹുവ ആലിമുൻ വ സുഹാഫിയുൻ എന്താണ് ഖാദിറുൻ എന്നൊക്കെ എഴുതാം. അതുപോലെ അദ്ദേഹം സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ചു. അറബി ഭാഷ പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. അതിൻ്റെയൊക്കെ എന്താണ് മാളിയായ ഫീലെടുത്ത് എഴുതിയാൽ മതി. ഇനി തൂഫിയ എന്ന് എഴുതിയിട്ട് അദ്ദേഹം മരണപ്പെട്ടതും എഴുതിയാൽ എന്താണ് ഈ തർജമത്തുൽ ഹയാത്ത് ഈ പ്രൊഫൈൽ തയ്യാറാക്കാൻ സാധിക്കും. ഇത് മുമ്പ് പഠിച്ചതാണ്, അതുകൊണ്ട് ഇനി വിശദമായി പറയേണ്ട ആവശ്യമില്ല. ശരി, അവസാനത്തെ പ്രവർത്തനം നുഇദ്ദു മജല്ലത്തൻ സുഹഫിയ ഔ ജിദാരിയ ബി മുനാസബത്തി അൽ യൗമുൽ ആലമി ലുഗത്തിൽ അറബിയ മുസ്തമിലത്തൻ ഫി മുഖ്തലിഫിൽ ഇൻഷാഅത്തിൽ അദബിയ എന്ന് പറഞ്ഞാൽ ഒരു മജല്ലത്തൻ സുഹഫിയ ഒരു മാസിക പ്രസിദ്ധീകരിക്കാനാണ്, തയ്യാറാക്കാനാണ്. ഔ ജിദാരിയ അല്ലെങ്കിൽ ഒരു ചുമർ പത്രിക തയ്യാറാക്കുക. ബി മുനാസബത്തി അൽ യൗമിൽ ആലമിൽ ലുഗത്തിൽ അറബിയ അന്താരാഷ്ട്ര അറബിക്ക് ദിനത്തോടനുബന്ധിച്ച്. മുസ്തമിലത്തൻ അല മുഖ്തലിഫിൽ ഇൻഷാത്തിൽ അദബിയ, അതിൽ വിവിധ സാഹിത്യ സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അറബി ഭാഷയിലുള്ള വിവിധ സാഹിത്യ സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്താരാഷ്ട്ര അറബി ദിനത്തോടനുബന്ധിച്ച് നിങ്ങളൊരു അറബിക് മാസിക തയ്യാറാക്കുക. അതൊരു പഠന പ്രവർത്തനമാണ്, നമ്മൾ നോട്ടിൽ എഴുതേണ്ട പ്രവർത്തനമല്ല. ശരി,
ഇതോടുകൂടി ഈ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 4ാമത്തെ യൂണിറ്റാണ്, അൽ വഹദത്തുർ റാബിയ. ഈ യൂണിറ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.